അഹമ്മദാബാദ് വിമാന ദുരന്തം 12/6/2025 ഉണ്ടായത്. 242 പേര് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ഒരാൾ മാത്രം ജീവിച്ചു. ബാക്കി 241 പേരും മരണപ്പെട്ടു. ഫ്ലൈറ്റ് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ അവരുടെ ഹോസ്റ്റലിൻ്റെ അവിടെ ചെന്ന് ഇടിച്ചു കയറി. അങ്ങനെ ആ മരണസംഖ്യ 297 വരെ എത്തിയതൊക്കെ നമ്മൾ കണ്ടു. വിമാന ദുരന്തം ഉണ്ടാകാൻ കാരണം 2 എൻജിൻ ഓഫായിരുന്നു. അതിൻ്റെ ഓയിൽ കത്തിയില്ല. അത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം അത് മൂക്കുത്തി താഴോട്ട് വീഴാൻ പോയപ്പോൾ ആ ഡേഞ്ചർ മനസ്സിലായി പൈലറ്റുമാർക്ക്. അപ്പോൾ അതിനകത്ത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റിലേക്ക് പോകുന്നു അവർ മനസ്സിലായപ്പോൾ അവർ പരിശോധിച്ചപ്പോഴാണ് അത് എയർക്രാഫ്റ്റിൽ 2 എഞ്ചിനിലേക്കും പോകുന്ന ഓയിലിൽ ആ സ്വിച്ച് ഓഫായിരിക്കുന്നത്. പെട്ടെന്ന് അവർ അത് ഓണാക്കിയെങ്കിലും താഴോട്ട് മൂക്ക് കുത്താൻ പോകുന്ന ആ എയർക്രാഫ്റ്റ് മൂക്ക് കുത്തി തന്നെ വീഴും. കാരണം ഓയിൽ കത്തി വരണം. ഈ എയർക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ഓയിൽ സാധാരണ ഓയിലല്ല, എല്ലാവർക്കും അറിയാം, ഏവിയേഷൻ ഓയിലാണ്. അതിന് 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് നിലനിർത്തും. അതോടൊപ്പം തന്നെ അതിനകത്ത് അതിൻ്റെ കട്ടി അല്ലെങ്കിൽ അതിൻ്റെ നേർമത 0.77 കിലോ m²-ലൊക്കെയാണ് നിൽക്കുന്നത്. അത്ര നേർത്ത ഒരു ഓയിലാണ്. പെട്ടെന്ന് കത്തും. അതുകൊണ്ട് അതിനാവശ്യമുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങളും എല്ലാം, അല്ലെങ്കിൽ അത് കത്തിത്തീരുമ്പോൾ ഫ്ലൈറ്റിൻ്റെ വേഗത കൂടും. അത് കത്തി പൊക്കൊണ്ടേയിരിക്കും. അപ്പം ഇതുപോലെയുള്ള ആ സന്ദർഭത്തിൽ 2 എൻജിൻ ഒരുപോലെ പ്രവർത്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 എൻജിനിൽ ഒരെണ്ണം ഓഫ് ചെയ്താലും മറ്റേ എൻജിൻ മുഖേന ഈ ഫ്ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ആ ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പം അതിൻ്റെ പൈലറ്റുമാർ 2 പേരും സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, എയർക്രാഫ്റ്റിൻ്റെ ഈ ഓയിൽ വരുന്ന അല്ലെങ്കിൽ എഞ്ചിനിലേക്കുള്ള ഓയിൽ പോകുന്ന സ്വിച്ച് ആര് ഓഫ് ചെയ്തു? അത് ഓഫ് ചെയ്ത് കിടക്കണം. അങ്ങനെ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ആരോ മനഃപൂർവ്വം ചെയ്തു, അല്ലെങ്കിൽ മറന്നുപോയി, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പൈലറ്റുമാർ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ ആ ഫ്ലൈറ്റ് കയറുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സീറ്റിൽ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഇത് അവർ പ്രാഥമികമായിട്ട് ചെക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും അത് നമുക്കറിഞ്ഞുകൂടാ. അതിൻ്റെ മെയിൻ്റനൻസ് എൻജിനീയേഴ്സ് ഉണ്ട്. ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഓടി വരുന്നത് നമുക്ക് കാണാം. അവർ പിന്നെ അതെല്ലാം പരിശോധിക്കും. അത് കഴിഞ്ഞ് ആ ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് അവിടുത്തെ ഫ്ലൈറ്റ് എൻജിനീയേഴ്സും ആ എയർക്രാഫ്റ്റിലെ അവിടുത്തെ മെയിൻ്റനൻസ് നടത്തുന്നവരെല്ലാവരും അത് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പൈലറ്റുമാരെ ഏൽപ്പിക്കുന്നത്. പൈലറ്റുമാർ അത് ഏറ്റാലും അവർ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഓയിൽ അതുപോലെ അടച്ചു വച്ചിട്ടുണ്ട് എഞ്ചിനിലേക്കുള്ള, അത് തുറന്നാണോ ഇരിക്കുന്നത്, ഹൈഡ്രോളിക് സംവിധാനം വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ പ്രാഥമികമായിട്ട് അവർ നോക്കിയിട്ടാണ് ആ ഫ്ലൈറ്റ് അവർ ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ സീനിയർ പൈലറ്റാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. കാരണം എക്സ്പീരിയൻസ്ഡ് ആളാണ്. ഇവിടെ സഹ പൈലറ്റാണ് അത് ടേക്ക് ഓഫ് ചെയ്തത്. അന്നേരമാണ് ഇത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കുറഞ്ഞുകൊണ്ടാണോ ഇത് ഓഫായിരിക്കുന്നത്? എഞ്ചിനിലേക്കുള്ള ഓയിൽ അങ്ങോട്ടുള്ള സ്വിച്ച് ഓഫായിരിക്കുന്നു. പെട്ടെന്ന് അവർ അത് സ്വിച്ച് ഓണാക്കി. അതിൻ്റെ ഇടയ്ക്ക് ആ ഫ്ലൈറ്റിൻ്റെ ലെവൽ താഴോട്ട് പോയി, മൂക്കുത്തി വീഴാനോട്ട് പോയി. ആ സന്ദർഭത്തിൽ സാധാരണഗതിയിൽ മോഡേൺ എയർക്രാഫ്റ്റിൽ, അതുപോലെ തന്നെ മിലിറ്ററി ജെറ്റ് എയർക്രാഫ്റ്റിലൊക്കെ ഒരു സംവിധാനമുണ്ട്. ലേറ്റസ്റ്റ് ആയ ഫ്ലൈറ്റിലെല്ലാം ആ സംവിധാനം വന്നു കഴിഞ്ഞു. ടർബൈൻ ഉണ്ടൊരെണ്ണം. ഈ ടർബൈനാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരുടെ ഫ്ലൈറ്റിലെ എഞ്ചിനകത്തുനിന്ന് ഓയിൽ കത്താതെ അതില്ലെങ്കിൽ ആ ഫ്ലൈറ്റ് മുന്നോട്ടുള്ള ത്രസ്റ്റ് താഴോട്ട് പോകാൻ തുടങ്ങുമ്പം അവർ ടർബൈൻ ഓൺ ചെയ്യും. ഈ ഫ്ലൈറ്റിലും ടർബൈൻ ഓൺ ചെയ്തിട്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടർബൈൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമറി പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ
ആ ഫ്ലൈറ്റിലെ എൻജിനിലെ ഓയിലില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഈ ടർബൈൻ ഓണാക്കി കഴിഞ്ഞാൽ അത് മെക്കാനിക്കലായിട്ട് ആ ഫ്ലൈറ്റിൻ്റെ പുറകോട്ട് ആ ഓയിൽ കത്തി തള്ളും. അപ്പോൾ മുന്നോട്ടുള്ള ത്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ താന്ന് പറക്കുന്ന ഒരേ ലെവലിൽ നമുക്ക് പറന്നു പോയി കഴിയുമ്പം എൻജിനകത്ത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഓണാക്കിയതുകൊണ്ട് ആ എൻജിൻ ഓയിലും കത്താൻ തുടങ്ങുമ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോകും. അങ്ങനെയാണ് ഈ ടർബൈൻ സിസ്റ്റം ഉള്ളത്. ഗ്യാസ് ടർബൈനാണ്. ഈ ടർബൈൻ്റെ പ്രവർത്തനം ഇതേപ്പറ്റി അറിവുള്ളവർ അറിയാം. ടർബൈനകത്ത് എയർ ഐ കംപ്രസ്ഡ് എയറും അതിനകത്ത് ഓയിലും ചേർന്ന് അത് കത്തും ഓട്ടോമാറ്റിക്കായിട്ട്. അത് കത്തിക്കഴിയുമ്പോൾ അത് ഉണ്ടാകുന്ന ആ പ്രഷർ അല്ലെങ്കിൽ ആ തീയെ അത് ഫ്ലൈറ്റിൻ്റെ ഒരു നോസിൽ കൂടെ പുറകോട്ട് തള്ളും. പുറകോട്ട് തള്ളുമ്പം ത്രസ്റ്റ് മുന്നോട്ടോട്ട് ആ തള്ളിൻ്റെ ശക്തി കൊണ്ട് ഫ്ലൈറ്റ് മുന്നോട്ട് പോകും. അപ്പോൾ ഒരേ ലെവലിൽ ഫ്ലൈറ്റ് കുറച്ചുകൂടെ പറന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ വ്യത്യാസപ്പെട്ട് എൻജിന് അകത്തുള്ള ഓയിലൂടെ കത്തുമ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് സേഫായിട്ട് പോകാം. ഇതാണ് ഈ ടർബൈൻ സിസ്റ്റം. പക്ഷേ ഈ ടർബൈൻ സിസ്റ്റം ഇവിടുത്തെ കേസിനകത്ത് വർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ടർബൈൻ ഓണാക്കിയതായിട്ട് കണ്ടു. അപ്പം എൻജിനകത്ത് ഓയിലില്ല, അല്ലെ എൻജിൻ ഓയിൽ കത്തുന്നില്ല, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് കുറച്ച് ഓയിലുണ്ടാവും അതിനകത്ത്. അത് വെച്ച് ടേക്ക് ഓഫിനുള്ളത് ഓയിലുണ്ടാവും. അത് സ്വിച്ച് ഓഫ് ചെയ്താലും അതിൻ്റെ എൻജിൻ്റെ അങ്ങോട്ട് ഓയിൽ പോകുന്ന രണ്ട് സ്വിച്ച് ഓഫ് ആയാലും ശരി, ടേക്ക് ഓഫ് ചെയ്യാനുള്ള സംവിധാനം അതിനുള്ള ഓയിൽ അതിൻ്റെ അകത്തുണ്ടാവും. ആ ഓയിൽ വെച്ചിട്ടാണ് ഇത് ടേക്ക് ഓഫ് ചെയ്ത് 627 അടി പൊങ്ങിക്കഴിഞ്ഞപ്പം അത് മൂക്കുത്തി താഴോട്ട് വീഴാൻ പോയെന്നാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെ താഴോട്ട് വരുമ്പം ഈ ടർബൈൻ പ്രവർത്തിക്കുമ്പം അത് ഓണാക്കിയിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ എന്നാണ് എൻജിനീയറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ടർബൈൻ ഓണാക്കിയിട്ടുണ്ട് പൈലറ്റുമാർ. പക്ഷേ ഓണാക്കിയത് മുന്നോട്ടുള്ള ത്രസ്റ്റ് ലഭിച്ചിട്ടില്ല. അതിനു മുമ്പ് മൂക്കുത്തി താഴെ വീണ് കഴിഞ്ഞു. എന്നാൽ ഒരു 5-10 സെക്കൻഡ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ടർബൈൻ കൊണ്ട് പാരലായിട്ട് ഫ്ലൈറ്റ് പോയി വീണ്ടും എൻജിനപ്പം എൻജിൻ ഓയിൽ കത്തിക്കഴിയുമ്പം വീണ്ടും ടേക്ക് ഓഫ് ചെയ്ത് ആ ലെവലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് അങ്ങ് പോയേനെ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതാണ് ഇപ്പം ആരാണ് എൻജിൻ ഓയിലിലേക്കുള്ള ആ ഓയിലിൻ്റെ അങ്ങോട്ടുള്ള പോക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. സാധാരണഗതിയിൽ പൈലറ്റുമാർ അവരുടെ സീറ്റ് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പരിശോധിക്കണം. ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, അതാണ് അവരാദ്യം പരിശോധിക്കുന്നത്. ആ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓയിൽ കൃത്യമായിട്ട് 5 എൻജിൻ ഓയിലിൽ അത് സ്വിച്ച് ഓണാണോ ഓഫാണോ, ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും പ്രാഥമികമായി നോക്കുന്നതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ ആ ക്യാബിനിരുന്ന് അവർ ആ ഗ്ലാസ്സിൽ കൂടെ ആകാശത്തേക്ക് കാണാം. റൂട്ട് നോക്കുന്നതല്ല, ആ റൂട്ടിനകത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ. ആ ടേക്ക് ഓഫിന് ശേഷം അത് 600-700 അടി ഉയരത്തിൽ കഴിഞ്ഞ് വീണ്ടും അത് അങ്ങ് പൊങ്ങിപ്പോകുന്നതിന് മുമ്പ് ആ സന്ദർഭത്തിൽ പക്ഷിക്കൂട്ടങ്ങൾ എന്തെങ്കിലും അവിടെ കാണുന്നുണ്ടോ, എന്തെങ്കിലും ഡീവിയേറ്റ് പോകണം. അതിനകത്ത് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിൽ പോവും. കാരണം നമുക്കറിയാം അതിൻ്റെ മുൻവശത്ത് ഉള്ള ഫ്ലൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, എയർ സക്ക് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് പക്ഷി ഇടിച്ച് കയറി കഴിഞ്ഞാൽ എഞ്ചിനകത്ത് കയറി ഫ്ലൈറ്റിൻ്റെ പ്രവർത്തനം അത് നിൽക്കും. അങ്ങനെ പല ഫ്ലൈറ്റുകളും അപകടം വരുത്തി വെക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പക്ഷിക്കൂട്ടങ്ങൾ ഒരു പരുന്തായാലും ശരി മതി അതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പ്രശ്നം. പക്ഷിക്കൂട്ടങ്ങൾ നമ്മൾ സാധാരണ ചെറിയ പക്ഷികളുടെ കൂട്ടങ്ങൾ ആയിരക്കണക്കിന് ഒന്നിച്ച് പറന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആകാശത്ത്. പരുന്തോ കാക്കയൊന്നും അത്ര ഹൈറ്റിലോട്ട് പോകത്തില്ല. അതേസമയത്ത് പരുന്ത് പോകും, വൾച്ചേഴ്സ് പോകും. അതുപോലെ ചെറിയ പക്ഷിക്കൂട്ടങ്ങൾ കൊക്ക് പോലെ അല്ലെങ്കിൽ മാടത്ത പോലെയുള്ള ചില പക്ഷിക്കൂട്ടങ്ങൾ ആകാശത്തെ പൊടിയായിട്ട് ഒരു 10, 100, 200, 300 ഒന്നിച്ച് പോകുന്നത് കാണുന്നുണ്ട്. അത് ജയിച്ച പോലെ നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു സാധനം ഫ്ലൈറ്റിൻ്റെ മുമ്പിൽ വന്നു പെട്ടാലും ശരി അപകടം ഉണ്ടാവും. ഇവിടെ ടർബൈൻ ഓൺ ആക്കിയിരുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഫ്ലൈറ്റ് ചെക്ക് ചെയ്ത് പൈലറ്റുമാരെ ഏൽപ്പിച്ചതിൽ എത്ര പേരുണ്ട് ജോലിക്കാർ, അവരാരൊക്കെയാണ്, അവരെ ടർക്കിയുടെ മെയിൻ്റനൻസ് ഗ്രൂപ്പിൽപ്പെട്ടവരാണോ, അത് എയർ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ അഹമ്മദാബാദ് എയർപോർട്ടിലെ സ്റ്റാഫാണോ, ആരാണോ അതിന് സർട്ടിഫിക്കറ്റ് ചെയ്തത്, അത് പരിശോധിച്ച് അന്നത്തെ ഡ്യൂട്ടിക്കാരാര്, അതൊക്കെ ഇനിയിപ്പം
അന്വേഷണ പരിധി കൊണ്ടുവരണം. ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം വരുത്തി വെക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ, രാജ്യത്തിനോട് കൂറില്ലാത്തവരാണോ, അങ്ങനെയുള്ള രംഗത്തേക്ക് ഇനി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനിഷ്യലായിട്ട് നമുക്ക് ടർബൈൻ വരെ അവർ ഓണാക്കിയിരിക്കുന്നു. എഞ്ചിനകത്തോടെ ഓയിൽ പോകാതിരിക്കാൻ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ആ ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് മുമ്പ് അതിൻ്റെ മെയിൻ്റനൻസ് ടീം അവർ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. പൈലറ്റിനെയും കൊടുക്കുമ്പം പൈലറ്റ് അത് മുഴുവൻ ചെക്ക് ചെയ്തിട്ടാണ് സാധാരണഗതി പോയത്. അവർ ടേക്ക് ഓഫ് ചെയ്തതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്തിട്ടോ ചെയ്യാതെ പോയോ ഓണായിരിക്കുമെന്നുള്ള, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിലേക്ക് ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ സ്വിച്ച് ഓൺ ആക്കി വെച്ചിട്ട് തന്നെ ആയിരിക്കണം ഫ്ലൈറ്റിലെ പൈലറ്റുമാർക്ക് ഈ ഫ്ലൈറ്റ് ഏൽപ്പിക്കുന്നത്. അവിടെ അതേപ്പറ്റി എനിക്ക് വ്യക്തതയില്ല. അത് അത്രയും ചെയ്തിട്ട് ആ ഓയിലിൻ്റെ പ്രവർത്തനം 2 എഞ്ചിനിൽ നടക്കുന്നത് ഓണാക്കുന്നത് പൈലറ്റ് സീറ്റിൽ കയറിയ ശേഷമാണോ അതോ അത് ഓണാക്കിയാണോ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീർച്ചയായും ഉറപ്പിക്കേണ്ടി വരും. ആരുടെ ഭാഗത്തുള്ള ഒരു അബദ്ധമാണിത്, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ, ആ രീതിയിലോട്ട് ഇനി അന്വേഷണം പോകേണ്ടി വരും. കാരണം എഞ്ചിനകത്ത് ഓയിലില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ടർബൈൻ അവർ ഓണാക്കിയെന്നും കണ്ടു. എമർജൻസി അത് മൂക്കൂത്തി വീഴാൻ നേരത്തെ എമർജൻസി ആയിട്ട് ടർബൈൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തള്ളുകൊണ്ട് ഇത് ത്രസ്റ്റ് കൊണ്ട് ആ വിമാനം വീണ്ടും ഉയർന്നു തന്നെ പോകും. ഉയർന്നു പോയില്ല, അതിനു മുമ്പ് മൂക്കൂത്തി ഇടിച്ചു വീണു എന്നുള്ളതാണ് ഇതിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്.